അധികം സ്വർണം ധരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അത് പറ്റില്ല. പെണ്ണായ പൊന്നു വേണം. എത്രത്തോളം പൊന്നു കൂടുന്നോ പെണ്ണുങ്ങൾക്ക് അത്രത്തോളം മാറ്റം കൂടും. എനിക്കത് ഇഷ്ടമല്ല. ഞാൻ അതിനെതിരാ. അങ്ങനെ അങ്ങ് തീർത്ത് പറയാതെ പെണ്ണെ, എനിക്കിഷ്ടമാ. നീ ഒരുപാട് മാറാനുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, നീ വീട്ടിലേക്ക് വിളിക്കും. എന്നിട്ട് നിന്റെ അപ്പനോട് പറ എത്രയും വേഗം നിന്റെ പൊന്നും പണ്ടവുമായി എത്താൻ. വിളിക്ക. എന്താടേ വിളിക്ക്. ഞാൻ വിളിക്കില്ല. അപ്പച്ചന്റെ എല്ലാ സമ്പാദ്യവും എനിക്കുള്ളതാ. അതിനെന്താ ഉറപ്പ്? ശരി, നീ ഇത് കഴിക്കും. കഴിക്കടി. ദയവ് ചെയ്തെന്നെ നിർബന്ധിക്കരുത്. എനിക്കതിനാവില്ല. പ്ലീസ്. ഇല്ല, നീ ഇത് കുടിക്കണം. മൈക്കിളിന്റെ പെണ്ണാണ് നീയെങ്കിൽ ഇന്നു മുതൽ മദ്യത്തിന്റെ ടേസ്റ്റ് നീ അറിഞ്ഞിരിക്കണം. കുടിക്കാൻ. എനിക്ക് വേണ്ട, ഞാൻ കുടിക്കില്ല. കുടിക്കടി. കുടിക്കാൻ. കുടിക്കടി. നിന്നെ കൊണ്ട് കുടിപ്പിക്കാൻ പറ്റില്ല. കുടിക്കടി. കുടിക്കാൻ. നിങ്ങളോടൊപ്പം ജീവിക്കാൻ എന്നെ കൊണ്ടാവില്ല. വിവാഹം കഴിച്ച അതേ ദിവസം തന്നെ വേർപിരിയാനാണ് എന്റെ വിധി. ആ ആദ്യരാത്രിക്ക് ശേഷം വീണ്ടും മൈക്കിൾ എന്നെ തേടി വന്നു, മാപ്പ് ചോദിച്ചുകൊണ്ട്. അത് അയാളുടെ ചതിയാണെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ വീണ്ടും തോറ്റു. ആ നാടകത്തിന് പിന്നിൽ അയാളുടെ പ്രതികാര ചിന്തകളായിരുന്നു. ഞാൻ നിമിത്തം നാട്ടുകാരുടെ മുൻപിൽ നാണം കെട്ടതിന്റെ പ്രതികാരം. വീണ്ടും മൈക്കിളിനോടൊപ്പം ജീവിക്കേണ്ടി വന്നു. എന്നെ അയാൾ ഇഞ്ചിഞ്ചായി കൊല്ലാൻ ശ്രമിച്ചു. ഞാൻ ഗർഭിണിയുമായി. എന്റെ ഉദരത്തിൽ വളർന്ന സ്നേഹമോളെ താലോലിക്കാനുള്ള സമയം അങ്ങനെ സമാഗതമായി. ക്ലാരയുടെ ബന്ധുക്കൾ ആരെങ്കിലും? എന്താ സിസ്റ്റർ? പ്രസവിച്ചു, പെൺകുഞ്ഞാ. My father-in-law, Mr. Jacob Taragan and Mrs. Molekuti Taragan. Have a drink? Oh, sorry. Finish. തീർന്നു പോയി. What can I do? I am helpless. I am helpless, my old man. Michael. Yes, I am Michael. Michael Katukar. Michael Katukar, the great emperor on this world. Michael. Hey, who are you? Rascals. What do you want? ക്ലാര പ്രസവിച്ചു മൈക്കിൾ, പെൺകുഞ്ഞാണ്. Really? അതെ മൈക്കിൾ,
മൈക്കിളിനോട് ഈ വിവരം നേരിട്ട് പറയാനാ ഞങ്ങൾ ഓടി വന്നത്. മൈക്കിൾ, Get out. Get out, I say. ഒരു ഹാപ്പി ന്യൂസ് പറയാൻ വന്നിരിക്കുന്നു. പോ. ഞാൻ പ്രതീക്ഷിച്ചത് ഈ ന്യൂസ് അല്ല ഞാൻ പ്രതീക്ഷിച്ചത്. അവളുടെയും കുഞ്ഞിന്റെയും മരണം, അതാണ് ഞാൻ പ്രതീക്ഷിച്ച് കാത്തിരുന്നത്. എന്തു പറഞ്ഞടാ നീ? എനിക്ക് ഭ്രാന്താണ്. മൈക്കിളിന് നേരെ പൊങ്ങി ഈ കൈ വെട്ടിയെടുക്കണ്ടെങ്കിൽ വിളിച്ചോണ്ട് പോയി കളവനെ. എടാ ചെകുത്താനെ, നിന്നോട് ദൈവം ചോദിക്കുമെന്നിന് നീ ഇതിനെല്ലാം എണ്ണി മറുപടി പറയും. നോക്കിക്കോ. ഞാൻ പറയില്ല. ഈ മൈക്കിൾ ആരോടും കണക്ക് പറയില്ല. മൈ അക്കൗണ്ടന്റ്, മൈ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, അയാൾ പറഞ്ഞോളും കണക്ക്. യു ഗോ ഓൾഡ് മാൻ, യു ഗോ. ഒരു ജേക്കബ് തരകൻ. ഓ ബാബു, വാവേ കരല്ലേടാ. കരയാതെ, പൊന്നുമോളല്ലേ. ബാബു, ഓ കരയില്ലേ. നമുക്ക് ചാച്ചാം. കരയില്ലേ മാവേ, കരയല്ലേ. കരയാതെ. ഓമാന തിങ്കൾ കീടാവോ നല്ല കോമള താമര പൂവോ, പൂവിൽ നിറഞ്ഞ മധുവോ, പരിപൂർണേന്ദു തന്ന നീലാവോ, തത്തകൾ കൊഞ്ചും മൊഴിയോ. ആരാ നോക്കിയേ? മൈക്കിളാ. പുത്തൻ പാവീട കൊടിയോ ചേറു തത്തകൾ നിന്റെ ഒരുമാതിരി സെന്റിമെന്റ്സ് പാട്ടുണ്ടല്ലോ, യാ ഈ താരാട്ട് പാട്ട്. ഓ, അത് കേട്ട് കേട്ട് ഞാൻ മടുത്തു. ലീവ് ഇറ്റ്. നീ ഒരു ഇംഗ്ലീഷ് പാട്ട് പാട്. ഐ മീൻ ബോണിയം, ഒബ്സബിസ ഓർ അബ്ബ, ആസ് യു ലൈക്ക്, ആസ് യു ലൈക്ക്. ഒരു കാര്യം ചെയ്, ബോണിയമ്മിൻ്റെ റെസ്പ്യൂട്ടൻ തന്നെ ആയിക്കോട്ടെ. റെസ്പ്യൂട്ടൻ ദ ലവർ ഓഫ് ഫ്രഷ് ട്യൂൺ, ഹൗ ആർ എ ഗ്യാപ്പ് ഓഫ് ഡാൻ. ഷോ, എനിക്കാണെങ്കിൽ അതിൻ്റെ ഈണം അങ്ങോട്ട് വരുന്നില്ല. നീ ഗായികയല്ലേ, നിനക്ക് പറ്റും. ആ പാടിക്കോ. റെസ്പ്യൂട്ടിനെ പറ്റി അറിയാവോ നിനക്ക്? ഒരു വലിയ കള്ളനാ, ലോകം കണ്ട ഏറ്റവും വലിയ കള്ളൻ. എന്നെ പോലെ അല്ലേ? നിങ്ങളൊക്കെ എന്നെ ആ തരത്തിലല്ലേ കാണുന്നത്? പാട്. ആ പാട്ടിൻ്റെ താളത്തിൽ
ഞാൻ ഈ മദ്യം ഒന്ന് നോർന്നോട്ടെ. പാട് പാട് വേഗം. എനിക്ക് പാട്ടൊന്നും അറിയില്ല. അറിയില്ല? കഷ്ടം. പിന്നെ നിനക്ക് എന്നാ അറിയാം? ബഹളം വെച്ചാ കുഞ്ഞുണരും. പ്ലീസ്. ഓ, കുഞ്ഞുണരും. ഛെ. ശരിയാ. എന്റെ സങ്കല്പങ്ങളിൽ നീയും കുഞ്ഞും ഒരിക്കലും ഉണരാത്ത ഉറക്കത്തില. എന്താ ഇത്? നിക്കടി. എന്റെ മോൾ എന്ത് കുടിക്കണം, എങ്ങനെ വളരണോ തീരുമാനിക്കുന്ന ഞാനാ. ഇല്ല, ഞാൻ ഇതിന് സമ്മതിക്കില്ല. നിങ്ങളും നശിച്ചു. എന്റെ കുഞ്ഞിനെങ്കിലും വിടടി കുഞ്ഞിനെ. വിടാം. നിന്റെ കുഞ്ഞിനെ വിടാൻ. നിന്നെ ഞാൻ വിടാൻ. കരയില്ലേ? ഓ, കരയില്ലേ അവേ, കരയില്ലേ? കരയരുത്, കരയരുത് വാവേ, കരയില്ല വാവേ, കരയില്ലടാ. മോള് കരയാതെടാ വാവേ. ഓ വാവോ, കരയാതെ വാവേ, കരയാതെ. വാവേ, കരയാതെടാ. ക്ലാര, മദർ, ഈ കുഞ്ഞിനെ ഇവളെ ഞാൻ സ്നേഹമോളെന്ന് പേരിട്ട് വളർത്തിക്കോട്ടെ. അറിഞ്ഞോ ക്ലാര? എന്താ മദർ? അഗതി മന്ദിരത്തിൽ നിന്ന് വിളിച്ചിരുന്നു. രേണുകയെ കാണാനില്ലെന്ന്. പേടിപ്പിച്ചു കളഞ്ഞല്ലോ നീ. എന്താ ലേറ്റായത്? പറ പറ, എന്തായി? ഫിനിഷ്. ഈസിയായി ഞാനത് അവസാനിപ്പിച്ചു. ആ കുഞ്ഞോ? രണ്ടിനെയും. ആർക്കെങ്കിലും വല്ല ഡൗട്ടും? അങ്ങനെയൊന്നുമില്ലല്ലോ. ഡൗട്ട് പോയിട്ട് ഒരു ഡോട്ട് പോലും ക്രിസ്റ്റി ബാക്കി വെച്ചിട്ടില്ല. എന്താ പോരെ? ആ, അത് മതി.
പിന്നെ ഇവിടെ ചില അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. CI ഒരു അലവലാതിയാ. ഏതാണ്ടൊക്കെ അങ്ങ് ഒലത്തിക്കളയുന്ന അയാളുടെ ഭാവം. ഒരു അരുൺകുമാർ. കണ്ടിരുന്നോ? ഓ കണ്ടു. വലിയ സിനിമാ സ്റ്റൈലിലാണോ അവന്റെ ചോദ്യം ചെയ്യലൊക്കെ. രാഷ്ട്രീയക്കാരോടൊക്കെ പരമപുച്ഛവും. അല്ല, അത് ഈ പ്രായത്തിന്റെ ഒരു നെകളിപ്പാ. മാറിക്കോളും. മാറാതെ എവിടെ പോവാനാ? ഭായിയെ അവന് വല്ല സംശയമുണ്ടോ? പോലീസുകാർക്ക് ആരെയാടോ സംശയമില്ലാത്തത്? സ്വന്തം തന്തയെ പോലും സംശയദൃഷ്ടിയോടെ അവൻ നോക്കൂ. പിന്നെ പിടികൊടുക്കാതിരിക്കേണ്ടത് നമ്മുടെ മിടുക്കും. ഈ ധനപാലനെ എത്ര കളിച്ചിരിക്കുന്നോ ക്രിസ്റ്റി. വെടിക്കെട്ടുകാരന്റെ മുയലിനെയാ അവൻ ഉടുക്കൂട്ടി പേടിപ്പിക്കാൻ നോക്കുന്നത്. ദേ ഭായ്, കാര്യമൊക്കെ കൊള്ളാം. ഞാൻ കുടുങ്ങാതെ നോക്കേണ്ടത് ഭായിയുടെ ഉത്തരവാദിത്വമാണ്. ഞാൻ കുടുങ്ങിയാൽ പിന്നെ എന്താ ഉണ്ടാവുമെന്ന് ഭായിക്ക് അറിയാമല്ലോ. താൻ എന്തിനെങ്ങനെ വേണ്ടാത്തൊക്കെ ചിന്തിക്കുന്നത്? ഇവിടെ ആരും കുടുങ്ങാനൊന്നും പോകുന്നില്ല. ഏറിയാൽ ഒരു 2 ആഴ്ച. അതിനുള്ളിൽ ഞാൻ ആ CA ഇവിടുന്ന് കെട്ടുകെട്ടിച്ചിരിക്കും. പകരം നമ്മുടെ താളത്തിന് തുള്ളുന്ന ഒരുത്തൻ ചാർജ് എടുക്കുകയും ചെയ്യും. അതൊക്കെ ഭായിയുടെ കാര്യം. എന്റെ കാശിന്റെ കാര്യം പറ. തരാവടോ. തൽക്കാലം താൻ ഈ നാട്ടിൽ നിൽക്കണ്ട. എങ്ങോട്ടെങ്കിലും ഒന്ന് മാറിക്കോ. ആ CAയെ ഞാൻ പുകച്ച് ചാടിച്ചതിന് ശേഷം താൻ വന്നാൽ മതി. വെറുതെ ഇപ്പം അവൻ്റെ കണ്ണിൽ പെടാതിരിക്കാൻ നല്ലത്. ക്യാഷ് ഞാൻ നാളെ തന്നെ എത്തിച്ചോളാം. എന്താ പോരെ? പോരാ, ക്യാഷ് ഇന്ന് തന്നെ കിട്ടണം. ഇപ്പോ. അതെന്താടോ, തനിക്ക് എന്നെ അത്ര വിശ്വാസമില്ലേ? നോ, ഇല്ല, ഒട്ടുമില്ല. ഭായി എന്ന് മാത്രമല്ല, ഈ കുപ്പായോട്ട് നടക്കുന്ന ഒരുത്തനെയും. അപ്പോ താനും ആ CAയുടെ ഇനമാണോ? അല്ല, പോലീസും നിങ്ങളുമൊക്കെ ഒരേ ഇനം. ഞങ്ങൾ കുറെ കൂടി അന്തസ്സുള്ള കൂട്ടർ. ക്രിമിനൽസ്. കൂലി വാങ്ങി പറഞ്ഞേൽപ്പിക്കുന്ന ജോലി അന്തസ്സായി ചെയ്യുന്നവർ. സ്ട്രൈറ്റ് ഫോർവേഡ്.